ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിവാഹം വിരൂപമാക്കരുത് എന്ന ധ്യാനം ചിന്ത നമ്മൾ തുടരുകയാണ്. നമ്മൾ ധ്യാനിക്കുന്നത് വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ കാണുന്നുണ്ട് 1 കൊറിന്തോസ് 14 അധ്യായം 1 വചനം എടുക്കുമ്പോൾ അവിടെ ദൈവമക്കൾ ലക്ഷ്യമാക്കേണ്ട ഒരു കാര്യം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. വിവാഹ ജീവിതത്തിൽ മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിൽ നാം ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്: സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആധ്യാത്മിക ദാനങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവിൻ. ഈ ഒരു ആഹ്വാനം 1 കൊറിന്തോസ് 14 അധ്യായത്തിൻ്റെ 1 വചനത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ലക്ഷ്യമാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതിൽ 1 കാര്യമാണ് സ്നേഹം ചൊരിയുക, 2 കാര്യമാണ് ജീവൻ പകരുക, 3 കാര്യമാണ് ഉല്ലാസം നുകരുക. ഈ 3 കാര്യങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ഇംഗ്ലീഷിൽ പറയും ഇൻറ്റിമസി, 2 കാര്യമാണ് പ്രൊക്രിയേഷൻ, 3 കാര്യമാണ് റിക്രിയേഷൻ. ഈ 3 കാര്യങ്ങൾക്കും വിവാഹിതരുടെ ഇടയിൽ സ്ഥാനമുണ്ടാകണം എന്നുള്ളത് സഭയിൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, സ്നേഹിക്കുന്നതിൽ പരാജയപ്പെടുന്നത് ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുന്നതിന് തുല്യമാണ്. പരീക്ഷയിൽ പരാജയപ്പെടുന്ന പോലെയല്ല, ബിസിനസ്സിൽ പരാജയപ്പെടുന്നത് പോലെയല്ല, കൃഷിയിടങ്ങളിൽ പരാജയപ്പെടുന്നത് പോലെയല്ല സ്നേഹത്തിൽ പരാജയപ്പെടുന്നത്. പറയുണ്ട്, ക്രിസ്ത്യാനിയുടെ വിളി തന്നെ സ്നേഹിക്കാനുള്ള വിളിയാണ്. ഇനി അതിൽ മറ്റൊരു വിളി കൂടി ലഭിക്കുകയാണ്, വിവാഹ ജീവിതത്തിനുള്ള വിളി. പറയുണ്ട്, ദമ്പതിമാർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനുമുള്ള ഒരു വിളിയാണ് എന്നത് നാം തിരിച്ചറിയണം. ഇവിടെ വരുന്ന പരാജയം ജീവിതത്തിൻ്റെ തന്നെ പരാജയമായിട്ട് നമ്മൾ കാണണം. യോഹന്നാന്റെ സുവിശേഷം 15-ന്റെ 12 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ക്രിസ്ത്യാനികൾക്കും വിവാഹിതർക്കും ഒരുപോലെ ദൈവം തന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയെന്നറിയാമല്ലോ, അപ്രകാരം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പറയുണ്ട്, വിവാഹ ജീവിതം സ്നേഹം ചൊരിയാനുള്ള ഒരു വിളിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. 2 കാര്യമാണ് ജീവൻ പകരുക. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1604 എടുക്കുമ്പോൾ ആദ്യത്തെ കാര്യം കൃത്യമായിട്ട് അവിടെ പഠിപ്പിച്ചിരിക്കുന്നതാണ്, സ്നേഹിക്കാനുള്ള വിളിയാണ് വിവാഹ ജീവിതത്തിനുള്ള വിളി. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം 11 വചനവും ഉൽപ്പത്തി 1 അധ്യായത്തിൻ്റെ 28 വചനവും എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇൻക്രീസ് ആൻഡ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ പെരുകുക, ഈ സ്ഥലം നിങ്ങൾ സ്വന്തമാക്കുക, നിങ്ങളുടെ അധീനതയിലാക്കുക എന്ന് ദൈവം കൽപ്പിച്ചത്. യാക്കോബിനോട് ദൈവം പറഞ്ഞത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആദാമിനും അവ്വായ്ക്കും ദൈവം കൊടുത്ത ഒരു നിർദ്ദേശമായിട്ട് ദൈവവചനത്തിൽ നമ്മൾ കാണുകയാണ്, പെറ്റുപെരുകുക, ഈ സ്ഥലം നിങ്ങൾ സ്വന്തമാക്കി അത് കീഴടക്കുക എന്നുള്ളത്. സങ്കീർത്തനം 127 അതിൻ്റെ 3 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഉദരഫലം, മക്കള് ദൈവത്തിൻ്റെ സമ്മാനമാണ്. ആ മക്കളെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് മക്കൾ ഒരു ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെടേണ്ടത്. ആദ്യം ഹൃദയത്തിൽ ഉരുവാക്കപ്പെട്ടിട്ട് വേണം ഉദരത്തിൽ ഉരുവാക്കപ്പെടാൻ. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന് ജനിക്കേണ്ടതാണ് മക്കൾ. അങ്ങനെയുള്ള മക്കൾ ദൈവത്തെ മാനിക്കും, മാതാപിതാക്കളെ മാനിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. 3 കാര്യമാണ് ഉല്ലാസം നുകരുക. 1 കൊറിന്തോസ് 7 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ദൈവം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത്, വിവാഹ ജീവിതം നയിക്കുന്നവർ എന്തെങ്കിലും ഒരു ഹയർ കോസ്, ഉന്നതമായ ലക്ഷ്യത്തോടു കൂടി നിങ്ങൾ ദാമ്പത്യധർമ്മം പുലർത്തുന്നതിൽ നിന്നും കുറച്ച് നാളത്തേക്ക് വിട്ടു നിന്നാലും അതിലേക്ക് തിരികെ വരണം, അല്ലെങ്കിൽ സാത്താൻ നിങ്ങളെ വഴിതെറ്റിക്കും. എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ഉല്ലാസം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. പ്രഭാഷകൻ 25 ആദ്യത്തെ 2 വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിവാഹിതരുടെ ഇടയിലുള്ള അവരുടെ ദാമ്പത്യധർമ്മം പുലർത്തുന്നത് അത് ദൈവം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഉല്ലാസം അത് നുകരുന്നതിൽ
തെറ്റില്ല. അത് ദൈവം ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, മക്കളെ പ്രതി വളരെയേറെ വേദനിക്കുന്ന ദമ്പതിമാരുണ്ട്, മാതാപിതാക്കളുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.